ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് വിഷ്ണുവിരുദ്ധം. ഹിന്ദുക്കൾ അറിയാൻ, ഹിന്ദുക്കളെ അറിയാൻ. 100 കൊല്ലം മുമ്പ് സകല സമ്പത്തും ഹിന്ദുക്കളുടേതായിരുന്ന ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്ക് സമ്പത്തുണ്ടായത് 100 കൊല്ലം മുമ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ച ഏകാദശി വിളക്കാചാരം മൂലമത്രേ. ഭടന്മാർ ഉറക്കമൊഴിച്ച് കാവലിരുന്നിട്ടും അയോധ്യ രാജാവ് രുക്മാംഗദന്റെ പൂന്തോട്ടത്തിലെ വിശിഷ്ട പൂക്കൾ ദിനവും മോഷണം തുടർന്നു. സഹികെട്ട രാജാവ് വേഷം മാറി പൂന്തോട്ടത്തിൽ രാത്രി ഒളിച്ചിരുന്നു. മഹായോഗിയുമായിരുന്ന രാജാവിന് യോഗവിദ്യയാൽ പാതിരയ്ക്ക് നിശബ്ദ ദേവവിമാനത്തിലെത്തി ദേവസ്ത്രീകൾ പൂക്കൾ മോഷ്ടിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ദേവസ്ത്രീകൾ പുറപ്പെടും മുന്നേ രാജാവ് സ്പർശിച്ചതിനാൽ ദേവവിമാനം നിശ്ചലമായി. ദേവേന്ദ്രന് പുലർച്ചെ പൂജയ്ക്ക് പുഷ്പങ്ങൾ ദേവലോകത്തെത്തിച്ചില്ലെങ്കിൽ ദേവശാപമേറ്റ് അയോധ്യ നശിക്കുമെന്ന് പറഞ്ഞ് ദേവസ്ത്രീകൾ കോപിച്ചു. ഭയന്ന് മാപ്പിരുന്ന രാജാവ് ഏതു പ്രായശ്ചിത്തത്തിനും തയ്യാറായി. 5 വയസ്സ് മുതൽ ഒറ്റ ഏകാദശി വ്രതവും മുടക്കാത്തയാൾ വിമാനം സ്പർശിക്കലാണ് ഏക പ്രതിവിധി. ഭടന്മാർ നാടെങ്ങും തിരഞ്ഞു. അന്ന് ഏകാദശിയുമാണ്. 5 വയസ്സ് മുതൽ ഒറ്റ ഏകാദശി വ്രതവും മുടക്കാത്ത 85-കാരിയുമായി ഭടന്മാരെത്തി. വൃദ്ധ സ്പർശിച്ച ഉടൻ ദേവവിമാനം പറന്നുയർന്നു. ഇതിനാൽ 5 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള സകല പ്രജകളും ഏകാദശി വ്രതം നോൽക്കണമെന്നും ഏകാദശി വ്രത നിയമം ലംഘിച്ചാൽ തലവെട്ടുമെന്നും രാജാവ് ഉത്തരവിട്ടു. സകല പ്രജകളും സകല ഏകാദശികളിലും ഏകാദശി വ്രതം നോറ്റതോടെ സകല പ്രജകളും ധനികരായി മാറിയെന്ന് മാത്രമല്ല, മരിച്ച പ്രജകളെല്ലാം സ്വർഗത്തിലുമെത്തി. പ്രജകളെല്ലാം ധനികരായതോടെ നികുതി വർദ്ധിച്ച് അയോധ്യ ധനിക രാജ്യവുമായി. അയൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അയോധ്യയുടെ വിസ്തൃതിയും രാജാവ് വർദ്ധിപ്പിച്ചു. രുക്മാംഗദന്റെ കാലശേഷം ഏകാദശി വ്രത നിയമം ഇല്ലാതായി. ഏകാദശി വ്രതം ഉപേക്ഷിച്ചതോടെ പ്രജകൾ വീണ്ടും ദരിദ്രരായി മാറി. അയോധ്യ വീണ്ടും ദരിദ്ര രാജ്യവുമായി മാറി. അതായത് ജീവിച്ചിരിക്കെ സകല സമ്പൽ സൗഭാഗ്യങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും സുഖമായി ജീവിക്കാനും മരിച്ചാൽ സ്വർഗത്തിലെത്തി വിഷ്ണുപാദം പോകാനും ഏക വിഷ്ണുമാർഗമത്രേ ഏകാദശി വ്രതം. ഘോര തപസ്സിലൂടെ സകല ഉഗ്രവരങ്ങളും സിദ്ധിച്ച മുരാസുരൻ ദേവലോകം ആക്രമിച്ചു. ദേവേന്ദ്രനെ തല്ലിയോടിച്ചു. കണക്കറ്റ ദേവന്മാരെ തല്ലിക്കൊന്ന് ദേവലോകം ഭരിക്കാനും തുടങ്ങി. സങ്കടപ്പെട്ടെത്തിയ ദേവേന്ദ്രനോട് സ്ഥിതികാരകനായ മഹാവിഷ്ണുവിനല്ലാതെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് സംഹാരകാരകനായ പരമശിവൻ പറഞ്ഞു. ദേവേന്ദ്രനുമൊത്ത് ദേവലോകത്ത് പാഞ്ഞെത്തിയ മഹാവിഷ്ണു മുരാസുരനെ വധിക്കാനെറിഞ്ഞ സുദർശന ചക്രം മുരാസുരൻ പിടിച്ചെടുത്ത് നിലത്തെറിഞ്ഞു. വധിക്കാനടുത്ത മുരാസുരനെ ഭയന്നോടി സിംഹവതി ഗുഹയിൽ ഒളിച്ച ഉടൻ മഹാവിഷ്ണു ബോധമറ്റു വീണു. പിന്തുടർന്നെത്തി വധിക്കാൻ വാളോങ്ങിയ മുരാസുരനെ വധിച്ച് ഏകാദശി ദേവി രക്ഷിച്ചു. ജീവൻ രക്ഷിച്ചതിന് എന്തു വരം നൽകാനും മഹാവിഷ്ണു തയ്യാറായി. അന്ന് ഏകാദശിയാണ്. സകല ഏകാദശികളിലും മുടക്കാതെ ഏകാദശി വ്രതം മഹാവിഷ്ണു നോൽക്കണമെന്നതാണ് ഏകാദശി ദേവി ആവശ്യപ്പെട്ട രക്ഷാവരം. ദശമിക്കും ദ്വാദശിക്കും ഒരു നേരം വീതം മാത്രം ഒറ്റയിനം അന്നത്തിന്റെ ഒരിക്കലും, ഏകാദശിക്ക് 1.5 നാളിൽ കുറയാതെ ജലപാനമില്ലാത്ത ഉപവാസവുമാണ് ഏകാദശി വ്രതം. മുരാസുരനെ വധിച്ച് ഏകാദശി ദേവി രക്ഷിച്ച കാലം മുതൽ സാക്ഷാൽ മഹാവിഷ്ണു ഒറ്റ ഏകാദശിയിലും മുടക്കാതെ ഏകാദശി വ്രതം തുടരുന്നുമുണ്ട്. എന്നാൽ മഹാവിഷ്ണുവിന്റെ ദ്വാപരയുഗാവതാരമായ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയായ ഗുരുവായൂരപ്പന് ഏകാദശി വ്രതം ബാധകമല്ലെന്ന് നട്ടാൽ മുളയ്ക്കാത്ത നുണ പറഞ്ഞ് 1 നൂറ്റാണ്ട് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിക്ക് ഏകാദശി ഊട്ടു തുടങ്ങി. സാക്ഷാൽ മഹാവിഷ്ണു സകല ഏകാദശികളിലും ജലപാനമില്ലാതെ ഉപവസിക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഗോതമ്പ് സദ്യയുടെ ഏകാദശി ഊട്ട് വിഷ്ണു വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഏകാദശി പ്രമാണിച്ച് നിയമവിരുദ്ധമായ കോടതി വിളക്കും പോലീസ് വിളക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടങ്ങി. കോടതിയിലും പോലീസിലും അഹിന്ദുക്കൾക്ക് നിയമന വിലക്കില്ലെന്നിരിക്കെ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോടതി വിളക്കും പോലീസ് വിളക്കും നിയമവിരുദ്ധം മാത്രമല്ല, ഹിന്ദുകുലനാരായ വേരായ സനാതനധർമ്മത്തിന് അപമാനവുമാണ്. കുറൂരമ്മയെ പോലെ സകല ഏകാദശികളിലും സകല ഗുരുവായൂർക്കാരും ഏകാദശി വ്രതം നോറ്റിരുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് ഗുരുവായൂർ ഏകാദശിക്ക് ഗോതമ്പ് സദ്യയുടെ ഏകാദശി ഊട്ടു തുടങ്ങിയതോടെ ഗോതമ്പ് സദ്യ ഗുരുവായൂരപ്പന്റെ ഏകാദശി പ്രസാദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭക്ഷിച്ചതോടെ ഗുരുവായൂരിൽ ഏകാദശി വ്രതവും നിലച്ചു. അരിയാഹാരം ഒഴിവാക്കിയാൽ ഏകാദശി വ്രതമാകുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അരിയാഹാരം ഭക്ഷിക്കാത്ത ഉത്തരേന്ത്യക്കാരും വിദേശികളും നിത്യ ഏകാദശി വ്രതക്കാരാകില്ലേ? 2000 കൊല്ലം മുമ്പ് തുടങ്ങിയ ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ നോയമ്പും 1400 കൊല്ലം മുമ്പ് തുടങ്ങിയ മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പും മായം കലരാതെ തുടരുന്നുണ്ട്. എന്നാൽ 5000 കൊല്ലം മുമ്പ് തുടങ്ങിയ ഏകാദശി വ്രതത്തിൽ 100 കൊല്ലം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഊട്ടിനാൽ മായം കലർന്നത് മൂലം ഐശ്വര്യം ക്ഷയിച്ച് ഹിന്ദുക്കൾ വിറ്റ് ഗുരുവായൂരിലെ കണ്ണായവയടക്കം കണക്കറ്റ വസ്തുവകകളും സ്ഥാപനങ്ങളും വാങ്ങിക്കാൻ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കഴിഞ്ഞത് നോയമ്പിലും നോമ്പിലും മായമില്ലാത്തതിനാലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1 നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ഏകാദശി വിളക്കുകൾ വൈകാതെ തൃപ്രയാർ ക്ഷേത്രത്തിലും ആരംഭിച്ചു. അതുവരെയും തൃപ്രയാറിലെ സകല വസ്തുവകകളും ഹിന്ദുക്കളുടേതായിരുന്നു. ഏകാദശി വ്രതം നിലച്ചതോടെ ഐശ്വര്യം ക്ഷയിച്ച് ഹിന്ദുക്കൾ വിറ്റവ വാങ്ങിച്ചാണ് തൃപ്രയാറിലും അഹിന്ദുക്കൾക്ക് വസ്തുവകകൾ ഉണ്ടായത്. തുടർന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഏകാദശി വിളക്കുകൾ ആരംഭിക്കുന്നതുവരെയും സകല ക്ഷേത്ര പരിസര വസ്തുവകകളും ഹിന്ദുക്കളുടേതായിരുന്നു.
പ്രസ്തുത ക്ഷേത്ര പരിസരങ്ങളിലെ ഹിന്ദുക്കൾ വിറ്റ വസ്തുവകകൾ അഹിന്ദുക്കൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത് അഹിന്ദുക്കൾ ഈസ്റ്റർ നൊയമ്പിലും റംസാൻ നോമ്പിലും മായം കലരാതെ തുടർന്നതിനാലാണ്. ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 166 എപ്പിസോഡിലെ പുഞ്ചക്കര മോഹൻ ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം കണക്കറ്റ കാശ് ക്ഷേത്ര വഴിപാടുകൾക്ക് ചെലവാക്കിയ ശേഷം രക്ഷ കിട്ടാതെ ഒടുക്കം കാശ് ഏതും ചെലവില്ലാതെ ഗുരുബാബ രക്ഷിച്ചത് വാവുപവാസമായ അമാവാസ്യോപാസനയാലും അരയാൽ പ്രദക്ഷിണത്തിലുമാണെന്ന സത്യം ഇവിടെ വിലയിരുത്തിയാലും. ധർമ്മം പകുതി നശിച്ച ദ്വാപരയുഗത്തിൽ ഫലിച്ചിരുന്ന ഏകാദശി വ്രതം ധർമ്മം 3/4 ഭാഗം നശിച്ച കലിയുഗത്തിൽ പൂർണ്ണ ഫലപ്രദമല്ല. കലിയുഗത്തിൽ സമ്പൽ സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വാവുകളിലാണ് ഉപവസിക്കേണ്ടത്. അതാണ് അമാവാസ്യോപാസന. ഏകാദശിക്ക് വിഷ്ണുവിരുദ്ധമായ ഗോതമ്പ് സദ്യയുടെ ഏകാദശി ഊട്ടും വിളക്കാചാരവും ഭാരതത്തിൽ നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ 86% മനുഷ്യർ ഹിന്ദുക്കളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളിൽ ഹിന്ദുക്കൾ 49% കുറഞ്ഞത് 1 നൂറ്റാണ്ട് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷ്ണുവിരുദ്ധമായി ഏകാദശി ഊട്ടും നിയമവിരുദ്ധമായി കോടതി വിളക്കും പോലീസ് വിളക്കും ആരംഭിച്ചതിന്റെ പരിണിത ഫലമായാണെന്ന് ഇവിടെ തെളിയുന്നു. ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ ദരിദ്ര ഭക്തർ കൈനീട്ടിയാൽ അരിയും തുണിയും പണവും കിട്ടും. ഇതിനാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുന്നേറുന്നു. ക്ഷേത്രങ്ങളിൽ ദരിദ്രർ കൈനീട്ടിയാൽ കിട്ടുന്ന കളഭത്താൽ വിശപ്പടക്കാനും പൂജാപുഷ്പങ്ങളാൽ നാണം മറയ്ക്കാനും കഴിയാത്തതിനാലാണ് അഹിന്ദുക്കളോളം മുന്നേറാൻ ഹിന്ദുക്കൾക്ക് കഴിയാത്തത്. ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല. ക്ഷേത്രങ്ങൾക്ക് വൻ ഐശ്വര്യവർദ്ധനവും ഹിന്ദുക്കൾക്ക് വൻ ഐശ്വര്യക്കുറവും തുടരും തോറും ഹിന്ദുക്കൾ സാമ്പത്തികമായി കൂടുതൽ അധപ്പതിക്കും. ഇതിനാൽ ഹിന്ദു ജനസംഖ്യയും കാലം തോറും കുറഞ്ഞു വരും. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളെ സാമ്പത്തികമായി അധപ്പതിപ്പിക്കുകയാണെന്ന് ഇവിടെ തെളിയുന്നു. ക്ഷേത്രങ്ങളിലെ ഹിന്ദുവിരുദ്ധ ആചാരങ്ങളെ ചെറുക്കാൻ ബാധ്യസ്ഥരായ ഹൈന്ദവ സംഘടനകൾ ഹിന്ദുക്കളെ സാമ്പത്തികമായി അധപ്പതിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെ പിന്തുണയ്ക്കുന്നത് തിരുത്തേണ്ടിയിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.